ക്ലാസ് 4 ഇറ്റ്സ് മീ ആതിര മിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളടാ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ എൻ്റെ മക്കളെ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സംശയമായിരിക്കും, മിസ്സേ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക, എങ്ങനത്തെ ഞങ്ങൾ പഠിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് സംശയത്തിലിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം ഇനി ആ സംശയം ഒന്നും വേണ്ട, ആ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായിട്ടാണ് കേട്ടോ മിസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മിസ്സിൻ്റെ ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ കാണുക. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെയാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിടാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം എന്താ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും മക്കളെ നമ്മുടെ എക്സാമിന് വരിക എന്നറിയാൻ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക് എന്തായിരിക്കും വരിക എന്നുള്ളത്? യെസ്, ആസ്വാദനക്കുറിപ്പ്. ഒരു ആസ്വാദനക്കുറിപ്പ് എൻ്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അതൊരു പദ്യത്തിൻ്റെ ആയിക്കോട്ടെ, ഗദ്യത്തിൻ്റെ ആയിക്കോട്ടെ, അതായത് എന്താ പറയുന്നത്, കവിതേൻ്റെ ആയിക്കോട്ടെ, ഒരു കഥ തന്നിട്ടായിക്കോട്ടെ, അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നന്നായിട്ട് വായിച്ച് നോക്കുക. എൻ്റെ മക്കൾക്ക് ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് വായിച്ച് പോയി കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. പിന്നെ തത്സമയ വിവരണം, നമ്മൾ തത്സമയ വിവരണം തയ്യാറാക്കിയതല്ലേ അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് എഴുതുക. ദൃക്സാക്ഷി വിവരണം, ഇതും നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ചെയ്ത പ്രവർത്തനമാണ്. അപ്പോൾ ദൃക്സാക്ഷി വിവരണം ഇതൊക്കെ പഠിച്ചു വെച്ച് പൊക്കോളും, നിങ്ങൾക്ക് അത് എക്സാമിന് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. വിളംബരം നമ്മൾ ഏതിലാണ് പഠിച്ചത്, ഹാമിൽറ്റണിലെ കുഴലൂത്തുകാരൻ. താരതമ്യക്കുറിപ്പ് ഉണ്ടായിരിക്കും, 2 കവിതകൾ തന്നിട്ട് നിങ്ങളോട് അതിന് 2 താരതമ്യം ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 2ൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതാണ് എഴുതാൻ പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതേപോലെ തന്നെ യോജിപ്പും വിയോജിപ്പും എല്ലാം അത് കുത്തിരുന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്തത് പാചകക്കുറിപ്പ്. ഒരു പാചകക്കുറിപ്പ് പഠിച്ചു പോയിക്കോ കേട്ടോ, കാരണം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് പാചകക്കുറിപ്പ് വന്നിരിക്കും. യെസ്, അടുത്തത് പ്രയോഗഭംഗി. അയ്യോ, പ്രയോഗഭംഗി നമ്മൾ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പ്രയോഗഭംഗി നിങ്ങൾ അടിപൊളിയാക്കി എഴുതുന്ന മിസ്സിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് വർണ്ണന. എന്താണ് വർണ്ണിച്ചെഴുതുന്നതിനെയാണ് വർണ്ണന എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഒരു എന്തിനെ കുറിച്ചാണ് വർണ്ണിച്ചെഴുതാൻ പറഞ്ഞിരിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് വർണ്ണന എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ അതിനെ നന്നായിട്ട് എത്രത്തോളം നമ്മളെ കൊണ്ട് അതിനെ അടിപൊളിയാക്കാൻ പറ്റും, എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു വർണ്ണന തയ്യാറാക്കാം. അപ്പം മക്കളെ, ഇതായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്രാവശ്യം എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല കുട്ടികളായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയുടെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ എക്സാമൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻ്റെ മക്കളെ എന്നുള്ള വിശ്വാസത്തിൽ ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്.